മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, നോമ്പെടുത്ത് പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി അല്ലാഹുവിന്റെ അടിമകൾ പുറപ്പെടുമ്പോ അല്ലാഹു തആല അവിടുന്ന് പറയും, മലക്കുകളോട് പറയും, യാ മലായികതി കുല്ലു ആമിലിൻ യത്ലബു അജ്റഹു. ഓ മലക്കുകളെ എന്റെ അടിമകള് അവർ ഇബാദത്തെടുത്ത് അമല് ചെയ്തിട്ട് അവർ പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ട് പോകുന്നവരാ. ചോദിക്കട്ടെ, ഈ വിശുദ്ധ റമളാനിന്റെ 29 ദിവസങ്ങള് രാവും പകലുകളും ഇബാദത്തെടുത്തുകൊണ്ട് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഈ ചെറിയ പെരുന്നാളിന്റെ ദിവസം ഈ പള്ളിയിലേക്ക് നിസ്കാരത്തിനും ഇബാദത്തിനും വേണ്ടി വന്ന നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്, അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടല്ലേ ഈ പള്ളിയിലേക്ക് കടന്നു വന്നത് ആണ് എന്നാണ് നമുക്ക് മറുപടി. എങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, അങ്ങനെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരികയും ചെയ്താൽ അല്ലാഹു തആല മലക്കുകളോട് പറയുന്നു, വഇബാദില്ലദീന സ്വാമൂ ശഹ്റഹും വഖറജൂ ഇലാ ഈദിഹിം യത്ലബൂന ഉജൂറഹും. ഒരു മാസം നോമ്പെടുത്തു, പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി പുറപ്പെട്ടു, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് വന്നതെങ്കിൽ മലക്കുകളെ നിങ്ങൾ സാക്ഷിയാണ് അവർക്ക് ഞാൻ പാപങ്ങൾ പുറത്തുകൊണ്ടിരിക്കുന്നു മലായികത്തുകളെ. അല്ലാഹു തആല മലക്കുകളോട് പറയുകയാണ്, അപ്പോഴാണ് ഒരു വിളിയാളം കേൾക്കുന്നത്, യാ ഉമ്മത്ത് മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയുടെ സമൂഹമേ, സമുദായമേ, ഇർജിഊ ഇലാ മനാസിലിക്കും ഖദ് ബദലത് സയ്യിആതകും ബിൽ ഹസനാത്. പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ ഒരുമിച്ച് കൂടിയ അടിമകളെ വിളിച്ചുകൊണ്ട് അതാ മലക്കുകൾ വിളിച്ചു പറയുകയാ, ഓ അടിമകളെ, ഓ നബി തങ്ങളുടെ സമൂഹമേ, ഇർജിഊ ഇലാ മനാസിലകും, നിങ്ങൾ ഇനി നിങ്ങളുടെ വീടുകളിലേക്ക് പോയിക്കോ. ഇർജിഊ ഇലാ മനാസിലിക്കും ഖദ് ബദലത് സയ്യിആതകും ബിൽ ഹസനാത്. നിങ്ങൾ ചെയ്തു പോയ തിന്മകളെ, നിങ്ങൾ ചെയ്തു പോയ പാപങ്ങളെ അല്ലാഹു തആല നന്മകളാക്കി മാറ്റിയിട്ടുണ്ടേ. വിശുദ്ധ റമളാനിന്റെ മുന്നോടുള്ള ദിവസങ്ങള്, റമളാനിന്റെ മുമ്പുള്ള സമയങ്ങളില് നമ്മൾ ചെയ്തു പോയ തെറ്റുകള്, നമ്മൾ ചെയ്തു പോയ പാപങ്ങള് അതാ ഖദ് ബദലത് സയ്യിആതകും ബിൽ ഹസനാത്, നന്മകളാക്കി മാറ്റിയിട്ടുണ്ടേ. മലക്കുകൾ വിളിച്ച് പറയുമ്പോ ഫയഖൂലുല്ലാഹു തആല, അല്ലാഹു തആല തന്റെ അടിമകളോട് ഈ ദിവസം, ഈ പെരുന്നാൾ ദിവസം തന്റെ അടിമകളോട് അല്ലാഹു തആല പറയുന്നു, യാ ഇബാദി സുംതുംനി വഅഫ്തർതുംനി ഫഖൂമു മഗ്ഫൂറൻ ലക്കും. ഓ അടിമകളെ, നിങ്ങൾ എനിക്ക് വേണ്ടി നോമ്പെടുത്തവരാണ്. ഓ അടിമകളെ, നിങ്ങൾ എനിക്ക് വേണ്ടി നോമ്പ് മുറിച്ചവരാണ്, നോമ്പ് അവസാനിപ്പിച്ചവരാണ്. അതുകൊണ്ട് ഫഖൂമു മഗ്ഫൂറൻ ലക്കും, നിങ്ങൾ പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായിട്ട് ഈ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങൂ എന്ന് അടിമകളോട് അല്ലാഹു തആല വിളിച്ചു പറയുമെന്ന് ലോകത്തിന്റെ നേതാവേ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെരുന്നാൾ ദിവസം പള്ളിയിൽ ഒരുമിച്ച് കൂടി നിസ്കാരം കഴിഞ്ഞ് പിരിയുന്ന സമയത്ത് അല്ലാഹു തആല പറയാ, നിങ്ങൾ സന്തോഷമായിട്ട് പോയിക്കോ, നിങ്ങളെ പാപങ്ങളൊക്കെ ഞാൻ പുറത്തു തന്നിരിക്കുകയാണ്. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രത്യേകമാകുന്ന പ്രതിഫലം ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ദിവസത്തിന്റെ മഹത്വങ്ങൾ ധാരാളം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ഈദുൽ ഫിത്റിന്റെ
ഈ ഈദുൽ ഫിത്റിന്റെ ഒരു ഹിക്മത്ത് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. തദ്കിറത്തു ഈദുൽ ആഖിറ. ഈദുൽ ഫിത്റിന്റെ ഹിക്മത്ത് എന്താണ്, യുക്തി എന്താണെന്ന് അറിയാമോ? അത് ആഖിറത്തിന്റെ ആ ദിവസത്തിനെ ഓർമ്മപ്പെടുത്തുന്ന ദിവസമാണ്. നമ്മൾ എന്തൊരു സന്തോഷത്തിലാണ് വന്നത്. പുതുവസ്ത്രങ്ങളൊക്കെ ധരിച്ച് മണവസ്തുവൊക്കെ പൂശി തക്ബീറൊക്കെ ചൊല്ലി സന്തോഷത്തോടു കൂടി വന്നവരല്ലേ നമ്മള്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മനസ്സിലാക്കുക, വീട്ടിൽ നിന്നും നമ്മൾ പള്ളിയിലേക്ക് വന്നു, നിസ്കാരം കഴിഞ്ഞ് മടങ്ങി പോകുന്നു. ആ ഒരു ഓർമ്മപ്പെടുത്തൽ, അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പരലോകത്തിന്റെ ഒരു അവസ്ഥയാണ് ഓർമ്മപ്പെടുത്തുന്നത്. എന്താണ് പരലോകത്തിന്റെ അവസ്ഥ ഓർമ്മപ്പെടുത്തുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പഠിപ്പിക്കുകയാണ്. ഫഇദാ റഅയ്ത الناس ബഅദുഹും യദ്ഹബു മശാത്തും വബഅദുഹും റുക്ബാൻ. പെരുന്നാൾ ദിവസം തന്റെ വീട്ടിൽ നിന്ന് നിസ്കാരത്തിന് വേണ്ടി, പെരുന്നാൾ ആഘോഷത്തിന് വേണ്ടി ജനങ്ങൾ പുറപ്പെടുന്നത്, കുറെ ആളുകൾ നടന്ന് പള്ളിയിലേക്ക് വരികയാണ്. മറ്റു കുറെ ആളുകൾ വാഹനങ്ങളിലായിട്ടാണ് പള്ളിയിലേക്ക് വരുന്നത്. മറ്റു ചില ആളുകൾ, ജനങ്ങള് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് സുന്ദരമായിട്ടാണ് പള്ളിയിലേക്ക് ചെറിയ പെരുന്നാളിന് വേണ്ടി കടന്നു വരുന്നത്. ചില ആളുകളാണെങ്കിലോ നല്ല വസ്ത്രങ്ങളൊന്നുമില്ല അവർക്ക്, പിന്നെയോ നഗ്നപാതകരായിട്ടാണ് പള്ളിയിലേക്ക് ചില ആളുകൾ വരുന്നത്. വില കൂടിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് ഈദുൽ ഫിത്റിന് വേണ്ടി വരുന്നവരുണ്ട്. പെരുന്നാളിന് വേണ്ടി കടന്നു വരുമ്പോ ചില ആളുകൾ ചിരിച്ചുകൊണ്ടാണ് വരുന്നത്, കളിച്ചുകൊണ്ടാണ് വരുന്നത്. മറ്റു ചില ആളുകൾ കരഞ്ഞുകൊണ്ടാണ് പെരുന്നാളിലേക്ക് വരുന്നത്. ഇത് ആഖിറത്തിനെ ഓർമ്മപ്പെടുത്തല. ഖിയാമത്തിന്റെ യാത്രയാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹുവിന്റെ കോടതിയിലേക്ക്, മഹ്ശറിലേക്ക് നമ്മൾ ഒരുമിച്ച് കൂട്ടുന്ന സമയമുണ്ടല്ലോ. അവിടെ വിചാരണ കഴിഞ്ഞ് നാളെ അല്ലാഹുവിന്റെ വിധി വരുമ്പോ, നാളെ ചില ആളുകൾ സന്തോഷത്തോടു കൂടി പോകുന്നവരുണ്ട്, ചില ആളുകൾ ചിരിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്, ചില ആളുകൾ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്, ചില ആളുകൾ നല്ല സന്തോഷത്തോടു കൂടി പോകുന്നവരുണ്ട്, മറ്റു ചില ആളുകൾ കരഞ്ഞുകൊണ്ട് പോകുന്നവരുണ്ട്, മറ്റു ചില ആളുകൾ നഗ്നപാതനായി പോകുന്നവരുണ്ട്, മറ്റു ചില ആളുകൾ സിറാത്തുൽ പാലത്തിൽ വേഗത്തിൽ കടക്കുന്നവരുണ്ട്, മറ്റു ചില ആളുകൾ അല്ലാഹുവിന് പ്രത്യേകമാകുന്ന വാഹനത്തിൽ പോകുന്നവരുണ്ട്, സിറാത്തിന്റെ പാലത്തിലൂടെ വാഹനത്തിന്റെ വേഗത്തിൽ പോകുന്നവരുണ്ട്. ഇത് ആഖിറത്തിലെ ചിന്തയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, ഈ ഈദുൽ ഫിത്റിന്റെ ദിവസത്തില് നമ്മൾ ആഘോഷിക്കുന്ന സമയത്ത് അതിനോടൊപ്പം പരലോകത്തിന്റെ ചിന്ത വരണേ. നാളെ ആഖിറത്തിന്റെ അവസ്ഥ മനസ്സിലാക്കണേ. ഇതാണ് ഈ പെരുന്നാൾ ആഘോഷത്തിന്റെ, ഈ ദിവസത്തിന്റെ യുക്തിയെന്ന മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ ഇബാദത്തുകൾ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഇന്ന ഇബ്ലീസ അലൈഹി ലഅനത്ത് യുസീഹു ഫീ കുല്ലി യൗമി ഈദ്. പെരുന്നാൾ ദിവസമായി കഴിഞ്ഞാൽ ശപിക്കപ്പെട്ട ഇബ്ലീസ് നിലവിളിക്കുകയാണ്. പെരുന്നാളായി കഴിഞ്ഞാൽ ഇബ്ലീസ് നിലവിളിക്കും. നബി തങ്ങൾ പറയാ,
ഇബ്ലീസിനോടൊപ്പം തന്റെ പരിവാരങ്ങളുമുണ്ട്. ഫയഖൂലൂന, ആ ഇബ്ലീസ് സൈന്യവും പറയുന്നു, യാ സയ്യിദനാ, ഇബ്ലീസ് എന്ന നേതാവിനോട് അവിടുത്തെ അനുയായികൾ ചോദിക്കുകയാണ്, യാ സയ്യിദനാ, ഓ ഞങ്ങളുടെ നേതാവേ, മൻ അഗ്ളബക, എന്തിനാണ് നിങ്ങൾക്ക് ഇപ്പോൾ ദേഷ്യം വരുന്നത്? എന്തിനാണ് നിങ്ങൾ വെറുപ്പ് കാണിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ ദേഷ്യപ്പെടുന്നത്? ഇന്നാ നുകസ്സിറുഹു ഫയഖൂലു, അപ്പോൾ ഇബ്ലീസ് പറയുന്നു, ലാ ശൈഅ വലാകിനില്ലാ ഖദ് ഗഫറ ലിഹാദിഹിൽ ഉമ്മത്തി ഫി ഹാദൽ യൗം, ഇന്നത്തെ ദിവസം അല്ലാഹു തആല അവന്റെ അടിമകളാകുന്ന ആളുകൾക്ക് മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുത്തിട്ടുണ്ട്. നമ്മളെ എത്ര നേരത്തെ, എത്ര നാളിലെ, എത്ര മണിക്കൂറിന്റെ പ്രയത്നം കൊണ്ടാണ് ഓരോ മനുഷ്യരെ കൊണ്ടും തെറ്റുകൾ ചെയ്യിപ്പിച്ചത്. ആ തെറ്റുകളെ ഒരു നിമിഷം കൊണ്ട്, ഒരു സമയം കൊണ്ട്, ഒരു ദിവസം കൊണ്ട് അല്ലാഹു തആല പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോ എങ്ങനെയാണ് വേദനിക്കാതിരിക്കുന്നത്? അതുകൊണ്ട് മലായികത്തുകൾ, അതുകൊണ്ട് ഇബ്ലീസിന്റെ നേതാവ് അനുയായികളോട് പറയുന്നു, ഫഅലൈകും അൻ തസ്ഖൂലഹും ബില്ലദാതി വശഹവാതി വശുർബിൽ ഖംറി ഹത്താ യബ്ഗദുഹുല്ലാഹ്, ഈ പെരുന്നാൾ ദിവസം നിങ്ങൾ പോകണം. ഇബ്ലീസ് അനുയായികളോട് പറയുകയാണ്, ഈ പെരുന്നാൾ ദിവസം നിങ്ങൾ പോകണം. വഴിയോരങ്ങളിൽ നിങ്ങൾ നിൽക്കണം, വീടുകളിൽ നിങ്ങൾ നിൽക്കണം, മാർക്കറ്റുകളിൽ നിങ്ങൾ നിൽക്കണം, ഈ മനുഷ്യര് അടിമകൾ പോകുന്ന വഴികളിൽ നിങ്ങൾ നിൽക്കണം. എന്നിട്ട് നിങ്ങൾ അവരെ കൊണ്ട് തെറ്റുകൾ ചെയ്യിപ്പിക്കണം. അവരെ കൊണ്ട് ദുനിയാവിന്റെ സുഖങ്ങളിലേക്ക് അവരെ നിങ്ങൾ കൊണ്ടുപോകണം. അതേ പെരുന്നാളിന്റെ ആഘോഷത്തിന്റെ പേരില് മദ്യപാനത്തിലേക്ക് അവരെ കൊണ്ടുപോകണം, ഹറാമുകളിലേക്ക് അവരെ കൊണ്ടുപോകണം, സിനിമാ തിയേറ്ററുകളിലേക്ക് നിങ്ങൾ അവരെ കൊണ്ടുപോകണം, മദ്യശാലകളിലേക്ക് അവരെ നിങ്ങൾ കൊണ്ടുപോകണം, ഹറാമിന്റെ മേഖലകളിലേക്ക് നിങ്ങൾ അവരെ കൊണ്ടുപോകണം. അതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ ഡ്യൂട്ടി, ഇന്നത്തെ പ്രവർത്തനം ആ മനുഷ്യരെ തെറ്റുകളിലേക്ക് കൊണ്ടുപോകലാണ് എന്ന് ഇബ്ലീസ് അനുയായികളോട് പറയുകയോ, അവർ വഴിയരികിലും മാർക്കറ്റുകളിലും നമ്മുടെ വീടുകളിലും എന്തിനേറെ നമ്മളോടൊപ്പം കൂടിയിട്ട് നമ്മുടെ മനസ്സിലേക്ക് തെറ്റുകൾ ഇട്ടു തരികയാണ്, മോശമായ ചിന്തകൾ ഇട്ടു തരികയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, ഈ വിശുദ്ധ റമളാനിന്റെ ഒരു മാസ കാലഘട്ടത്തിൽ നാം നേടിയെടുത്ത ഈ ആത്മീയമാകുന്ന ചൈതന്യം ഇന്നത്തെ ദിവസം നമ്മളെ പഴപ്പിക്കാൻ ഇബ്ലീസും പരിവാരങ്ങളും നമ്മളെ കൂട്ടത്തിലുണ്ട്, നമ്മളെ കൂടെയുണ്ട്, നമ്മൾ പോകുന്ന വഴികളിലുണ്ട്. അവരെ വാക്കുകൾ നമ്മൾ പെട്ടുപോകരുത്, അവരെ പ്രവർത്തനങ്ങളിൽ നമ്മൾ പെട്ടുപോകരുത്, നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകരുത്, ആത്മീയമാകുന്ന പ്രകാശം നഷ്ടപ്പെട്ടു പോകരുത്. നമ്മൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിനായി വേണം നമ്മൾ ജീവിക്കാൻ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ.